വീട് ഭരിക്കുന്ന ഉമ്മ കാരണം മരുമോൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആ വീട്ടിലെ ഭരണങ്ങളൊക്കെ ഉമ്മയാണ്. ഉമ്മാനെ എല്ലാവർക്കും ഒരു പേടി കലർന്ന ബഹുമാനമാണ്. ഉപ്പാക്ക് പോലും എന്ന് വെച്ചാൽ മതപരമായ കാര്യത്തിൽ ഉമ്മ ഒരല്പം മുന്നിലാണ്. നിസ്കാരം, ദിക്റും, സ്വലാത്തും ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും മതപരമായ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനത്തെ കുറെ വചനങ്ങളൊക്കെ ഉമ്മക്ക് കാണാപ്പാടാണ്. പുറത്ത് മാത്രം ഇത് കാണിക്കുന്നു, ഉള്ളിൽ വേറൊരു ക്യാരക്ടർ, എല്ലാവരെയും കുറ്റത്തോടെ കാണുക, നെഗറ്റീവ് കാണുക, അങ്ങനെയുള്ള ഒരു ഉമ്മയാണ്. ആ വീട്ടിലേക്കാണ് ഒരു മരുമോൾ കയറി വരുന്നത്. പിന്നീട് മരുമോളുടെ എല്ലാ കാര്യത്തിലും ഉമ്മയുടെ ഭരണം ഉണ്ടായി തുടങ്ങി. തുടക്കത്തിൽ മരുമോൾ അത്ര കാര്യമാക്കിയില്ല, പക്ഷെ ഇതിങ്ങനെ കൂടി കൂടി വന്ന് ഭർത്താവുമായിട്ട് സംസാരിക്കാൻ പറ്റൂല, ഇവരൊന്ന് ചിരിച്ചാലോ കളിച്ചാലോ അവിടെയും ഇടപെടും, ഇവര് യാത്ര പോകാൻ പറ്റൂല, ബെഡ്റൂമിലെ കാര്യത്തിൽ ഇവരെ ഉമ്മയുടെ കൈക്കടത്തില് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവര് സന്തോഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പായിട്ട് വരും. ഈ മകനാണെങ്കിൽ ഉമ്മാനെ എതിർക്കാനും പറ്റുന്നില്ല, കുരുത്തക്കേട് പറ്റുന്ന പറഞ്ഞത്. ഇവരിങ്ങനെയാണ് ശീലിച്ചത്. ഇവർ ഈ വീട്ടിൽ ഉമ്മയിൽ യൂസ്ഡ് ആയിട്ടുണ്ട്, ഇവർക്ക് കുഴപ്പമില്ല. പക്ഷെ കയറി വന്ന ഈ പെൺകുട്ടിക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ ഭർത്താവുമായിട്ട് വഴക്കുകളൊക്കെ ഉണ്ടാവാൻ ഇത് കാരണമാകും. ഭർത്താവ് ഒന്നും മിണ്ടൂല. ഇത്തരത്തിലുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവിടെ കയറി വരുന്ന പെൺകുട്ടികളുമായിട്ട് വേഗം താമസം മാറാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം അവിടെയുള്ള ആളുകൾ യൂസ്ഡ് ആയിരിക്കും. മറ്റൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ നാസിസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും പവറും കൺട്രോളും ആഗ്രഹിച്ച് അവർക്കത് ആവശ്യമാണ്. ഇത് കിട്ടാതെയാവുമ്പോൾ അവർ ബന്ധങ്ങളിൽ ഇടപെടാൻ ഇത് കാരണമാകും. അതുകൊണ്ട് ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ മാറി താമസിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ഉമ്മാരെ എതിർക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ മാറുക.